നമസ്കാരം. രണ്ടാം ഘട്ട ചർച്ചയ്ക്കായി ഹമാസ് സംഘം ഉടൻ കൈറോയിലെത്തും. വെടിനിർത്തലിനുള്ള ഇസ്രായേൽ നിർദ്ദേശങ്ങൾ ഹമാസ് നേതൃത്വം പഠിച്ചു വരികയാണെന്നും വക്താവ് പറഞ്ഞു. ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനി, ഈജിപ്ത് ഇന്റലിജൻസ് മേധാവി അബ്ബാസ് കെമൽ എന്നിവരുമായി ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയ ഫോണിൽ വിഷയം ചർച്ച ചെയ്തു. 2 ദിവസത്തിനകം ഹമാസ് സംഘം കൈറോ സന്ദർശിക്കുമെന്നാണ് സൂചന. എല്ലാ ബന്ദികളെയും വിട്ടയക്കുന്നതോടെ ഗാസ ആക്രമണം ഇസ്രായേൽ നിർത്തുകയും സേനയെ പിൻവലിക്കുകയും ചെയ്യുമെന്ന ഉറപ്പ് ലഭിക്കാതെ കരാർ ഒപ്പിടില്ലെന്ന് ഹമാസ് ആവർത്തിച്ചു. ഈ നിലപാട് കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള 3 ഘട്ട വെടിനിർത്തൽ നിർദ്ദേശങ്ങളാണ് ഹമാസിന് മുന്നിലുള്ളതെന്നാണ് സൂചന. 24 മണിക്കൂറിൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 28 പലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു. ഇതുവരെ കൊല്ലപ്പെട്ടവർ 34,596 ആയി. 77,816 പേർക്ക് പരുക്കേറ്റു. യുദ്ധം ഇപ്പോൾ അവസാനിച്ചാൽ പോലും ഗാസയിലെ തകർന്ന വീടുകളെല്ലാം പുനർനിർമ്മിക്കാൻ 15 വർഷമെങ്കിലും എടുക്കുമെന്ന് UN ഡെവലപ്മെന്റ് പ്രോഗ്രാം പറഞ്ഞു. അതേസമയം ഐക്യരാഷ്ട്ര സംഘടനയിൽ സ്ഥിരാംഗത്വം നൽകണമെന്ന പലസ്തീന്റെ ആവശ്യത്തെ പിന്തുണയ്ക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കി. UN പൊതുസഭ പാസാക്കിയ സ്ഥിരാംഗത്വത്തിനായുള്ള പ്രമേയം കഴിഞ്ഞ മാസം 15 അംഗ രക്ഷാസമിതിയിൽ 12 രാജ്യങ്ങൾ പിന്തുണച്ചെങ്കിലും US വീറ്റോ ചെയ്തിരുന്നു. ഇതിനിടെ US സർവകലാശാലകളിൽ ഗാസ യുദ്ധവിരുദ്ധ പ്രക്ഷോഭം തുടരുന്നതിനിടെ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ശക്തമാക്കി. ലോസ് ആഞ്ചലസ് കാലിഫോർണിയ സർവകലാശാലയിൽ ഇസ്രായേൽ അനുകൂല, പലസ്തീൻ അനുകൂല വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. വൻ സന്നാഹത്തോടെ പോലീസ് സംഘം ഇവിടെ സമരക്കാർ സ്ഥാപിച്ച ബാരിക്കേഡുകളും കുടിലുകളും പൊളിച്ചു നീക്കി. അതേസമയം ഇസ്രായേൽ പലസ്തീൻ തർക്കം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വിജയം കാണാതിരിക്കെ ഇറാൻ നടപടികൾ കടുപ്പിക്കുന്നു. ഇസ്രായേലിനും അവരെ പിന്തുണയ്ക്കുന്നവർക്കുമെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനാണ് ഇറാന്റെ തീരുമാനം. പലസ്തീനുമായി ഐക്യപ്പെടുന്നതിൽ തങ്ങൾ ഒരു പടി മുന്നിൽ നിൽക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. ആണവ പദ്ധതിയുടെ പേരിൽ ഇറാനെതിരെ അമേരിക്ക ഉപരോധം ചുമത്തിയിരുന്നു. ബറാക് ഒബാമ പ്രസിഡന്റായ വേളയിൽ ഉപരോധം പിൻവലിച്ചെങ്കിലും ഡൊണാൾഡ് ട്രംപ് വന്നതോടെ പുനഃസ്ഥാപിക്കപ്പെട്ടു. പിന്നീട് വന്ന ജോ ബൈഡൻ ഭരണകൂടം പല ഘട്ടങ്ങളിലായി ഉപരോധം ശക്തിപ്പെടുത്തി. ഏറ്റവും ഒടുവിൽ ഇസ്രായേലിനെതിരെ പ്രത്യക്ഷ ആക്രമണം നടത്തിയപ്പോഴാണ് ഇറാനെതിരെ ഉപരോധം കടുപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ മറിച്ചുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. അമേരിക്കയ്ക്കും ബ്രിട്ടനുമെതിരെ ഇറാൻ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ. ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരെയാണ് ഉപരോധം. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഇത് സംബന്ധിച്ച് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയും ഇറക്കി. അമേരിക്കൻ കമ്പനികളായ ലോക്ഹീഡ് മാർട്ടിൻ, ഷെവറോൺ, ബ്രിട്ടീഷ് കമ്പനികളായ എൽബിറ്റ് സിസ്റ്റം, പാർക്കർ മെഗ്ഗിറ്റ്, റാഫേൽ എന്നിവയ്ക്കെതിരെയും ഉപരോധം ചുമത്തിയിട്ടുണ്ട്. ഇറാനിലെ ആർക്കും ഇവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനാകില്ല, ബാങ്ക് ഇടപാടും പാടില്ല, വിസ അനുവദിക്കുകയോ ഇറാനിൽ പ്രവേശിക്കാൻ അനുമതി ലഭിക്കുകയോ ഇല്ല എന്നിവയാണ് ഉപരോധത്തിന്റെ ഭാഗമായുള്ള നടപടികൾ. എന്നാൽ ഇറാന്റെ ഉപരോധം അമേരിക്കയെയോ ബ്രിട്ടനെയോ കാര്യമായി ബാധിക്കില്ല. അവർക്ക് ഇറാനുമായി അടുത്ത ബന്ധമില്ല എന്നത് തന്നെ കാരണം. എന്നാൽ ഇറാനോട് ചേർന്നുള്ള മേഖലയിൽ നങ്കൂരമിട്ടിരിക്കുകയാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനിക കപ്പലുകൾ. ഉപരോധ പട്ടിക സൈന്യവുമായി ബന്ധപ്പെട്ടവർ ഉള്ളതിനാൽ ഇറാന് ആക്രമിക്കാനും അത് ന്യായീകരിക്കാനും വഴിയൊരുങ്ങും. ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ 35,000-ലധികം പലസ്തീൻകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അറബ് ലോകത്ത് നിന്ന് ഒരു രാജ്യവും ഇസ്രായേലിനെതിരെ ശക്തമായ നടപടി എടുക്കുന്നില്ല എന്ന ആക്ഷേപം അറബ് സമൂഹത്തിൽ വ്യാപകമാണ്. സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിരന്തരം പ്രസ്താവനകൾ ഇറക്കുന്നുണ്ടെങ്കിലും സൈനിക നീക്കം നടത്തിയത് ഇറാനാണ്. ഇത് പശ്ചിമേഷ്യയിൽ തങ്ങൾക്കുള്ള സ്വാധീനം വർദ്ധിക്കാൻ സഹായിക്കുമെന്ന് ഇറാൻ കരുതുന്നു. പുതിയ ഉപരോധ നടപടിക്ക് പിന്നിലുള്ള ഇറാന്റെ ഒരു ലക്ഷ്യവും ഇതുതന്നെയാണ്.